നിങ്ങൾ ഹണി റോസ് കൂടുന്നിടത്തേക്ക് പോവുകയും അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുകയും അവരെ കാണാൻ ആഗ്രഹിക്കുകയും അവരെ ലൈംഗിക ഇച്ഛയോടുകൂടി നോക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അവരെ പിന്തുടരുന്നിടത്തോളം കാലം അവർക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുകയും അവർ അത് മുതലെടുക്കുകയും ചെയ്യും. നിങ്ങൾ അവരെ പിന്തുടരാതെ വരുമ്പോൾ അത് താനെ അവസാനിക്കുകയും ചെയ്യും. നിങ്ങൾ മാന്യന്മാരും സൽസ്വഭാവികളും ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് പോകാതെ ഇരുന്നൂടെ അവരുടെ ഉദ്ഘാടന വേദികളിൽ. പലർക്കും അത് കാണുകയും വേണം, ആസ്വദിക്കുകയും വേണം, എന്നിട്ട് അവരെ നല്ല നടത്തിപ്പ് നടത്തിക്കുകയും വേണം. ഈ പൈസ മുടക്കി സമയം ചെലവഴിച്ച് അവരുടെ പിന്നാലെ നടക്കുന്നതിൽ ഒരു മാന്യതക്കേടും പലർക്കും തോന്നാറില്ല താൻ. കുറ്റമെല്ലാം അവരുടെ വസ്ത്രധാരണത്തിലാണ്. ഒരു സ്ത്രീ അല്പം ലിബറലായി വസ്ത്രം ധരിച്ചാൽ 1,00,000 പുരുഷന്മാർ പുറകെ പോകും. എങ്കിലും പിന്നീട് 1,00,000 പുരുഷന്മാരും മാന്യന്മാരും ആ സ്ത്രീ മോശപ്പെട്ടവളുമായി ചിത്രീകരിക്കപ്പെടും. ഒരുപക്ഷെ ശരിയുടെയും തെറ്റിന്റെയും അളവുകോൽ വെച്ച് ഈ ഒരു സംഭവത്തെ അളക്കേണ്ട തന്നെ കാര്യമില്ല. ജനങ്ങൾക്കുള്ള ഏക അവകാശം അവരെ നോക്കിക്കാണാൻ ഉള്ള അവകാശമാണ്. അല്ലാതെ അവരോട് മോശമായി പെരുമാറാനോ അവരുടെ ശരീരത്തിൽ തൊടാനോ ആർക്കും അവകാശമില്ല. മോശമായി പെരുമാറിയിട്ട് നിങ്ങൾ അങ്ങനെ വസ്ത്രം ധരിച്ചത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നത് ഇരട്ടത്താപ്പാണ്. കാരണം ആദ്യമേ നിങ്ങൾ ഒരു മോശക്കാരനല്ലായിരുന്നെങ്കിൽ ആരെന്ത് കാണിച്ചാലും നിങ്ങളൊരു മോശപ്രവൃത്തി ചെയ്യില്ല. നിങ്ങൾക്കും അഭിമാനമില്ലാത്തതുകൊണ്ടും നാണമില്ലാത്തതുകൊണ്ടും ആണ് നിങ്ങളൊരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീയുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായും ഒരു ധാർമ്മിക ഉന്നതിയും അർഹിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, മറ്റുള്ളവരെ നന്നാക്കാൻ പോകാതെ നന്നാവണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ സ്വയം നന്നാവുക. ഒരു പരിധിയിൽ കവിഞ്ഞ് സ്വന്തം വീട്ടിലുള്ളവർ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പോലും ശാഠ്യം പിടിക്കാനുള്ള അർഹത നിങ്ങൾക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥ നൽകുന്നില്ല. ഇനി നിങ്ങൾ ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് പോകാത്ത ആളും അവരുടെ ചിത്രങ്ങൾ പോലും നോക്കാത്ത ആളും ഒക്കെ ആണെന്ന് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഈ നടക്കുന്ന കോലാഹലങ്ങളിലൊന്നും നിങ്ങൾ ബേജാറാവേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നിങ്ങളൊരു മാന്യനാണല്ലോ. നിങ്ങൾക്ക് ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഈ ലോകത്ത് 1000 നല്ല വിഷയങ്ങൾ വേറെ ഉണ്ടല്ലോ. ലോക സമസ്ത സുഖിനോ ഭവന്തു.